England vs Croatia. Match number 22, FIFA World Cup 2026. എന്താണ് മത്സരം? റിസൾട്ട് എന്തായിരുന്നു? ഇംഗ്ലണ്ട് 4, ക്രൊയേഷ്യ 2. 2018 സെമി ഫൈനലിന്റെ തനിയാവർത്തനം എന്നൊക്കെ വിശേഷിപ്പിച്ച് നടത്തിയ മത്സരം. പക്ഷേ അന്ന് കിട്ടിയ തോൽവിക്ക് ഇംഗ്ലണ്ട് കണക്ക് മുഴുവൻ പലിശ കൂട്ടി തീർത്ത് പോയൊരു മത്സരത്തിന്റെ സർവാധിപത്യം ഇംഗ്ലണ്ടിനായിരുന്നു. 2 ഗോളുകൾ ക്രൊയേഷ്യ അടിച്ചു എന്നല്ലാതെ മറ്റൊന്നും ക്രൊയേഷ്യയെ കൊണ്ട് സാധിച്ചില്ല. മിഡ്ഫീൽഡ് മാന്ത്രികനൊക്കെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേ സബ് ചെയ്യപ്പെട്ടു. മത്സരം പൂർണ്ണമായി ഇംഗ്ലണ്ടിന്റെ മത്സരം. 8 വർഷം മുമ്പുള്ള പ്രൈം ലൂക്ക, മാരിയോ മാൻസുക്കിച്ച് തുടങ്ങി എത്രയോ മാജിക്കൽ പ്ലെയേഴ്സിനെ കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ക്രൊയേഷ്യ വന്നത്. അന്നത്തെ ടീമിനെതിരെ പുതിയ പിള്ളേരെ വെച്ചിട്ട് വിജയിച്ചതിന് ഇംഗ്ലണ്ട് അധികം മഹിമ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ സർവാധിപത്യം എന്ന് പറഞ്ഞത് അടിയോടിയായിരുന്നു. എത്ര ഷോട്ടുകളാണ്! ആ ഗോൾ കീപ്പറുടെ പേരെന്തായിരുന്നു? ലിവാക്കോവിക്ക് കുറെ പണിയെടുത്തില്ല എന്തൊക്കെ പറഞ്ഞു. 4 ഗോൾ കയറ്റിയെങ്കിലും അയാൾ 40 എണ്ണം തടഞ്ഞു. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ നിന്നൊരു 2-3 മിനിറ്റ് പടാന്നൊരു 4-5 ഷോട്ട് ഒന്നും കാണാനില്ല. പുള്ളി എങ്ങനെ ഇത് സേവ് ചെയ്തെന്നാണ് ആലോചിക്കുന്നത്. എന്തായാലും മോഡ്രിക് തീർത്തും നിരം വാങ്ങി. റയൽ മാഡ്രിഡിന്റെ മധ്യനിരയിൽ ടോണിക്കൊപ്പം വിസ്മയങ്ങൾ തീർത്ത ഞങ്ങളുടെ ലൂക്ക ഇന്നലെ പെനാൽറ്റിക്ക് കാരണമാവുകയും ചെയ്തു. 15-ാം മിനിറ്റ് ലൂക്കയുടെ ഫൗളിൽ നിന്ന് പെനാൽറ്റി. ഹാരി കെയ്ൻ ആദ്യം സ്കോർ ചെയ്തു. നാടകീയ മുഹൂർത്തങ്ങൾ. ഗോളി മുന്നോട്ട് കയറി വരുന്നു. അത് റെക്കോർഡും കൂടെയാണ് എനിക്ക് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി ഗോളുകൾ നേടിയ എന്നുള്ള റെക്കോർഡ്. മെസ്സി അപമാനിക്കുന്നവർ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ പെനാൽറ്റി ഗോൾ നേടിയത് ഹാരിക്കല്ല, ഹാരി കെയ്നാണ്. പിന്നെ ഞങ്ങളുടെ റൊണാൾഡോ എന്ന് വിളിക്കുന്നവർ ശ്രദ്ധിക്കുക. എന്തായാലും ഹാരി കെയ്ന്റെ ഇരട്ട ഗോളുകൾ, ഒരു വട്ടത്ത് ഗോൾഡൻ ബൂട്ട് വിന്നറാണ് ഹാരി കെയ്ന്റെ ഇരട്ട ഗോളുകൾ. റയൽ ബോയ് ഇനി കൂടെ ബെല്ലിംഗാം വന്നു. തടുക്കാനും പിടിച്ചു കെട്ടാനൊന്നും ആരും ഇല്ലായിരുന്നു. ബെല്ലിംഗാം അടിച്ചിട്ട് പോയി, അത്രേ ഉണ്ടായുള്ളൂ. റാഷ്ഫോർഡിന്റെ അവസാനത്തെ ഗോള് അത് ഞങ്ങളുടെ റൊണാൾഡോ അണ്ണൻ മാഞ്ചസ്റ്ററിൽ വെച്ച് പഠിപ്പിച്ച തന്ത്രങ്ങൾ. അപ്പോൾ 4 ഗോളുകൾ നേടി. പക്ഷെ ഗോളുകളൊക്കെ തട്ടിമുട്ട് ഗോളുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്രൊയേഷ്യയുടെ ഗോളുകൾ മനോഹരമായ സൂപ്പർ ഗോളുകൾ എന്ന് പറയാവുന്നത് ക്രൊയേഷ്യയുടെ ഗോൾ. രണ്ടാമത്തെ ഗോൾ പ്രത്യേകിച്ച് പെരിസിച്ചിന്റെ സൂപ്പർ അസിസ്റ്റ്. പെരിസിച്ച് ആ ബോൾ കൺട്രോൾ ചെയ്ത് മൂസയ്ക്ക് കൊടുക്കുന്നു, മൂസ അടിക്കുന്നു. നല്ല മനോഹരമായ ഫിനിഷ്, മനോഹരമായ കൺട്രോൾ. പെരിസിച്ച് ഫ്രാൻസിനെതിരെ ഫൈനലിലും ഭയങ്കര മനോഹരമായ കളി കളിച്ച താരമാണ് പെരിസിച്ച്. എന്തുകൊണ്ടും ഇറ്റാലിയൻ ലീഗിലൊക്കെ നല്ല പ്രകടനം നടത്തിയാലാണ്. ആദ്യത്തെ ഗോൾ ആദ്യത്തെ ഗോളും വളരെ നല്ലൊരു ഷോട്ട്. ഗോളുകൾ നന്നായിരുന്ന ക്രൊയേഷ്യയുടെയാണ്, പക്ഷെ അത് മാത്രമേ ഉള്ളായിരുന്നു. കളി മൊത്തം ഇംഗ്ലണ്ടിന്റെ കയ്യിലായിരുന്നു. എന്തായാലും പ്രതികാരം വീട്ടാൻ പോയി ഇംഗ്ലണ്ട് പ്രതികാരം നടത്തി. അന്നത്തെ കളിയുടെ നിഴൽ മാത്രമായി ക്രൊയേഷ്യ മാറി. അന്ന് എനിക്ക് തോന്നുന്നു ആ വേൾഡ് കപ്പിൽ 18 വേൾഡ് കപ്പിൽ എത്രയോ മത്സരങ്ങൾ 120 മിനിറ്റുകൾ കളിച്ചായിരുന്നു. ഈ മത്സരം 120 മിനിറ്റ് കളിച്ചെന്ന് തോന്നുന്നു. എക്സ്ട്രാ ടൈമും കളിച്ച് സമനിലയും ഒക്കെ പിടിച്ചല്ല അവസാന മിനിറ്റിൽ ഗോൾ അടിച്ച് ജയിച്ചൊക്കെയാണ് ക്രൊയേഷ്യ എല്ലാം. ഒരു സ്വപ്നതുല്യമായ യാത്രയായിരുന്നു ക്രൊയേഷ്യയുടെ. പക്ഷെ ഇത്തവണ ക്രൊയേഷ്യൻ ടീം ശക്തമല്ല എന്നുള്ളത് അവരുടെ ദൗർബല്യങ്ങളായിട്ട് മത്സരത്തിൽ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇനി ശ്രദ്ധിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള യാത്ര ഉണ്ടാവുകയുള്ളൂ. ഇംഗ്ലണ്ട് ഇത്തവണത്തെ ഫേവറേറ്റുകളാണ്. എവിടേക്കോ ഞാൻ കേട്ടു കമ്മിങ് ഹോം എന്ന്. ഒരു വട്ടം ഈ കമ്മിങ് ഹോമും പറഞ്ഞ് 19 യൂറോയിൽ 2020 യൂറോയിൽ വന്നത് ഓർമ്മയുണ്ടല്ലോ. അത്തവണ പറഞ്ഞു അത് ഫൈനലില് തന്നെയാണോ? ഒരുമ്മ ഷൈജുചേട്ടൻ്റെ ഒരു കമന്റ് ഇട്ടുകൊണ്ട് ഒരുമ്മ 2 ഉമ്മ ഡൊന്നൊരുമ്മ ഇറ്റലി അത്തവണ തകർത്ത് വിട്ടതാണ്. അപ്പോൾ ഇത്തവണ ഈ കമ്മിങ് ഹോം ഒക്കെ പറഞ്ഞ് ഇംഗ്ലണ്ട് വരുന്നുണ്ട്. പരിശീലകൻ ആരാണെന്നറിയാലോ, PSG ഒക്കെ കിരീടം നേടിക്കൊടുത്ത കുഷലാണ്. അതെ. അപ്പോൾ ഇത്തവണ കമ്മിങ് ഹോം ഉണ്ടാവുമോ എന്ന് കാത്തിരിക്കാം. ഉണ്ടാവില്ല എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ഉണ്ടാവില്ല. കൊളോണിയൽ അടിമത്ത് അവസാനിക്കട്ടെ. അപ്പോൾ ബാക്കി കണ്ടറിയാം. ഗ്രൂപ്പിലെ ബാക്കി 2 ടീമുകളും പ്രസക്തരല്ലാത്തതുകൊണ്ട് ക്രൊയേഷ്യക്ക് ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ കയറാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഗ്രൂപ്പ് വട്ട മത്സരങ്ങളും ഇംഗ്ലണ്ടിലെ മത്സരങ്ങളും കാണാം. വരുന്ന മത്സരങ്ങളിൽ നമുക്ക് നോക്കാം.